ഹബീബായ തങ്ങൾ പറയുന്നത് എനിക്ക് അല്ലാഹുവിന്റെ അടിമയായ നബിയായാൽ മതി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടിയിൽ അവിടുന്ന് പറയുന്നുണ്ട് ഫഖൽതു നബിയൻ അബദ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക ലാ യഅകുലു മുത്തഖിയ ചാരി അല്ലാഹുവിന്റെ ഹബീബിനെ ഭക്ഷിച്ചിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹുവിന്റെ അടിമയായ റസൂലായാൽ മതി, മലിക്കായ രാജാവായ അടിമയായി വിരാജിക്കാൻ, മലിക്കായ രാജാവായ നബിയായി വിരാജിക്കാൻ എനിക്ക് താല്പര്യമില്ല ജിബ്രീലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രംഗം ആയിഷ ബീവിയോട് പറയുന്നതാണ്. യഖൂലു എന്ന് പറയാണ്, അകല കമാ യഅകുൽ അബ്ദു വഅജ്ലസ കമാ യജ്ലിസുൽ അബ്ദു. ഒരു സാധാരണ മനുഷ്യൻ തിന്നുന്നത് പോലെ തിന്നാനും കുടിക്കാനും, ഒരു സാധാരണ മനുഷ്യൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം പറയാൻ കാരണം ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുക. ഹബീബായ തങ്ങൾ തന്റെ സ്വഹാബത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാനസികമായി ശാരീരികമായി തളർന്നു പോയിരിക്കുന്ന സ്വഹാബത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ഖുർആനിൽ ചില വചനങ്ങൾ ഇറക്കുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ട് ഹബീബായ തങ്ങളിലേക്ക് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. എന്തിനാ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? ഹബീബായ തങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ലേ നേരത്തെ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിക്കുന്ന നബിയേ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന, ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന നബിയേ, താങ്കൾക്ക് എന്താണ് ആഗ്രഹം യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ മലിക്കായ രാജാവായ അടിമയായി രാജാവായ നബിയായിരിക്കാനാണ് ആഗ്രഹം. അതല്ല അല്ലാഹുവിന്റെ അടിമയായി അനുസരണയുള്ള അടിമയായി ഒരു നബിയായി ഇരിക്കാനാണോ നബിയെ താങ്കൾക്ക് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ മറുപടി പറയുന്നുണ്ട്, യാ ജിബ്രീൽ, എനിക്ക് എന്താവാനാണ് ആഗ്രഹം? മലിക്കന്നല്ല, മറിച്ച് അബ്ദുൻ നബിയ, അല്ലാഹുവിന്റെ അടിമയായ പ്രവാചകനായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ കൂട്ടത്തിലെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എന്റെ സ്വഹാബിമാർ എങ്ങനെയായിരുന്നോ, എന്റെ മനുഷ്യന്മാരായ എന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാർ അനുജനന്മാർ എങ്ങനെയാണോ ഭക്ഷിക്കുന്നത്, എങ്ങനെയാണോ ഇരിക്കുന്നത്, എങ്ങനെയാണോ അവർ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത്, അതുപോലെ ഒരു സാധാരണ അടിമയായ പ്രവാചകനായിരിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ബദർ നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില വിഷയങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഉണർത്തുകയാണ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം മലിക്കിയല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ അടിമ എന്ന് പറയാനാണ്. ഞാൻ വലിയ രാജാവാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് പോലെ പോരാ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവിടുന്ന് വലിയ രാജാവായ പ്രവാചകനല്ലേ. അങ്ങനെയല്ല പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞത് അല്ലാഹുവിന്റെ അടിമയായ പ്രവാചകനാവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, ഹബീബായ തങ്ങളെ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടുന്ന് പറഞ്ഞത്. ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതെന്തിനു വേണ്ടിയാണ്? ഒരു പരിവർത്തനമാണ്. ഒരു വലിയ സംഘത്തിലേക്ക് ചാടാൻ പോവുകയാണ്. ഒരു വലിയ ഒരു കൊടുമ്പിരിക്ക് കൊള്ളുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ ഉണർത്തുകയാണ്. റസൂലുള്ളാഹിനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറുപടിയാണ്. അബ്ദുൻ റസൂലാ, അബ്ദുൻ റസൂലാ, അടിമയായ റസൂലാണ്, അടിമയായ നബിയാണ് എന്നറിയാനാണ് എനിക്ക് താല്പര്യമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് സ്വഹാബത്തിനോട് അവിടുന്ന് പരിവർത്തിപ്പിക്കുന്നത്. സ്വഹാബ, എങ്ങനെയാണ് അല്ലാഹുക്ക് ഇഷ്ടമുള്ളവരായി തീരുക? ബദർ രണാങ്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മോട്ടിവേറ്റ് കൊടുക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കിയേ. ബദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബത്തിന്റെ ആദ്യത്തെ യുദ്ധമാണ്. അതിന്റെ കൊടുപ്പിരി എന്താണെന്നറിയില്ല, അതിന്റെ കോലാഹലങ്ങൾ എന്താണെന്നറിയില്ല, അതിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, യുദ്ധം ഏതാണ് എന്താണെന്ന് പോലും അറിയാത്ത സ്വഹാബത്തിന് മുമ്പിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന സമയത്ത് അല്ലാഹു തന്നെ പറയുന്നുണ്ട്, നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നബിയെ അവർക്ക് താങ്കൾ അറിയിച്ചു കൊടുക്കണം. നബിയെ എന്താ അറിയിച്ചു കൊടുക്കണം? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നു ആർക്ക്? അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, വിശ്വസിച്ച സ്ത്രീകൾക്കും വിശ്വസികളായ വിശ്വസ്തകളായ സ്ത്രീകൾ, വിശ്വാസികളായ ആൾക്കാർ, പുരുഷന്മാർ, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗ്ഗത്തിന്റെ താഴ്വാരത്തിൽ കൂടി ഒഴുകുന്ന നദികൾ അവർക്കുണ്ട്. ഖാലിദീന ഫിഹാ വമസാകിൻ തയ്യിബത്തിൻ ഫീ ജന്നാതി ആദിൻ. മാത്രമല്ല അവർ അതിൽ ശാശ്വതന്മാരുമാണ്, അവർ എന്നും അവർ ജീവിക്കുന്നവരുമാണ്. ഇത് മുന്നോടിയായിട്ടുള്ള മുന്നറിയിപ്പാണ്. അഥവാ അതിൽ പങ്കെടുത്ത അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ഭരിക്കുകയാണെങ്കിൽ, അവർ ഷഹീദാവുകയാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്. നബിയെ ഹബീബായ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പോരാ പോരാ, വരിദവാനും മിനല്ലാഹി അക്ബർ. ഇതിനേക്കാളെല്ലാം മേലെയുള്ളത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ഇതിനെല്ലാം മേലെയുള്ള നിദാനമായ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, യുദ്ധത്തിന് വേണ്ടി പോകുന്നതിന് സ്വഹാബത്തിനെ ഒന്ന് പരിവർത്തിപ്പിക്കുകയാണ്, സ്വഹാബത്തിനെ ഒന്ന് പരിപോഷിപ്പിക്കുകയാണ്, സ്വഹാബത്തിന് ധൈര്യം കൊടുക്കുകയാണ്, ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നബിയെ അവരോട് പറയണം, സ്വർഗത്തിലെല്ലാം ഉണ്ട്, സ്വർഗത്തിലെല്ലാം ഉണ്ട്. തായ്പാകത്തോടുകൂടി ഒഴുകുന്ന എല്ലാത്തിന്റെയും കള്ളും അതുപോലെ കള്ളിന്റെയും തേനിന്റെയും പാലിന്റെയും മധുരമുള്ള നഹാറുകൾ, അരുവികൾ ഉണ്ട് നബിയെ. പക്ഷേ അവരോട് പറയണം, യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, അതിനെല്ലാം മേലെ വരിദവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് അതിനെല്ലാം മേലെ, അതിനെല്ലാത്തിനേക്കാളും മേലെയുള്ളത് റബ്ബിന്റെ പൊരുത്തമാണ്. ദാലികുൽ ഫൗസുൽ അദീം. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ദാലികുൽ ഫൗസുൽ അദീം. ഇതാണ് വണ്ണമായ വിജയം. അള്ളാന്റെ തൃപ്തി നേടലാണ് ഏറ്റവും വലിയത്. അതിനുശേഷമേ മറ്റുള്ള കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് അവരൊന്ന് പരിവർത്തിപ്പിച്ചെടുക്കുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ലോകത്ത് ഏറ്റവും വലുത്, അള്ളാഹിന്റെ ഇഷ്ടമാണ് ലോകത്ത് ഏറ്റവും വലുത്. ഇതെല്ലാം സ്വഹാബത്തിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു വെച്ചു കൊടുക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനു വേണ്ടിയായിരുന്നു യുദ്ധത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അവർ മുഷിപ്പടിക്കാൻ പാടില്ല, അവർ തളരാൻ പാടില്ല, അവർ വിഷമിക്കാൻ പാടില്ല, അവർ പ്രയാസപ്പെടാൻ പാടില്ല, അവർ ശക്തി ചോർന്നു പോവാൻ പാടില്ല. അതിന് മുന്നോടിയായിട്ടാണ് എല്ലാം അല്ലാഹു തആല പറഞ്ഞത്. പോരാ 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 പോരാ, അവർക്കുള്ള നിയമത്തിനെ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന ചില വിഷയങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. വനബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ടാണ്, ഇന്നലില്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആല സ്വർഗ്ഗസ്ഥരായ ആൾക്കാരോട് ചോദിക്കും, ലിയഹ്ലിൽ ജന്ന ലിയഹ്ലിൽ ജന്ന. എന്തോരം മോട്ടിവേഷനാണ് സ്വഹാബത്തിന് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തത്. ബദറിൽ പങ്കെടുത്ത് ഷഹീദാവുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗീയ ലോകത്തെത്തി കഴിഞ്ഞാലും അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകും. അത് അല്ലാഹു തആല പറയുകയാണ്, ഖുദ്സിയ ഹദീസിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല,
സ്വഹാബത്തെ അല്ലാഹു നിങ്ങളോട് ചോദിക്കും ലഅഹ്ലിൽ ജന്ന സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞാൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ അഹ്ലൽ ജന്ന ഓ സ്വർഗ്ഗസ്ഥരായ ആൾക്കാരെ ഫയഖൂലൂന അപ്പോൾ അവർ പറയും ലബ്ബൈക യാ റബ്ബനാ വസഅദൈക അവർ പറയും ലബ്ബൈക യാ റബ്ബനാ വസഅദൈക അല്ലാഹുവേ നമ്മുടെ റബ്ബേ എന്താണ് നമ്മൾ ഉത്തരം കൊടുക്കും അപ്പയാണ് വൽ ഖൈറ ഫീ യദിക നമ്മൾക്കുള്ള എല്ലാ നന്മകളും നിന്റെ കയ്യിൽ നിന്നാണ് അല്ലാഹുവേ അല്ലാഹ് ചോദിക്കുന്നതാണ് അല്ലാഹ് അവരെ വിളിക്കും യാ അഹ്ലൽ ജന്ന സ്വർഗ്ഗത്തിന്റെ ആൾക്കാരെ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയും ഫയഖൂലൂന ലബ്ബൈക യാ റബ്ബനാ വസഅദൈക അവർ അല്ലാഹുവിനെ വിളിക്കുത്തരം കൊടുക്കും എന്നിട്ടോ വൽ ഖൈറ ഫീ യദിക അവർ പറയും എല്ലാ നന്മകളും ഇതുവരെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും അല്ലാഹുവേ നിന്റെ കരങ്ങളിലാണ് അപ്പൊ അല്ലാഹ് ചോദിക്കും ഫയഖൂലു അൽ റദീതും നിങ്ങൾക്ക് ഇതുകൊണ്ട് തൃപ്തിയാണോ ഞാൻ തന്ന നിയമങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാണോ എന്ന് അവരോട് അല്ലാഹ് ചോദിക്കും ഫയഖൂലൂന അപ്പൊ അവർ പറയും വമാലനാ ലാ നല്ലാഹ യാ റബ്ബി വമാലനാ ലാ നല്ലാഹ യാ റബ്ബി അതുകൊണ്ട് തന്നെ അവർ പറയും ഞങ്ങൾക്ക് തൃപ്തിയാണ് അല്ലാഹുവേ നീ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയാണ് വഖദാഅതൈതനാ മാ ലം തുഇദ് അഹദൻ മിൻ ഖൽഖിക അവർ പറയും വമാലനാ ലാ നല്ലാഹ യാ റബ്ബി ഞങ്ങൾക്ക് തന്നത് കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയാണ് ഫയഖൂലു അപ്പയും അല്ലാഹ് പറയുന്നതാണ് അലാ ഊതീകും അഫ്ളലു മിൻ ദാലിക ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഇതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ഞാൻ തരട്ടെയോ അല്ലാഹ് ചോദിക്കും ഇതിനേക്കാളും നല്ലത് ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ ഫയഖൂലൂന സ്വർഗ്ഗസ്ഥരായ ആൾക്കാർ പറയുന്ന ഹബീബായ തങ്ങൾ പറയുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫയഖൂലൂന അപ്പോൾ അവർ പറയും യാ റബ്ബി അയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക ഇതിനേക്കാൾ ശ്രേഷ്ഠമായ പിന്നെന്ത് കാര്യമാണ് ഉള്ളത് എന്നവർ ചോദിക്കും ഫയഖൂലു അല്ലാഹു തആല അപ്പോൾ പറയും അഹില്ല അലൈക്കും ബിദ്വാനി വലാ അസ്ഹത അലൈക്കും ബഅദഹു അബദാ അഹില്ല അലൈക്കും ബിദ്വാനി ഇത് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ കുറിച്ച് തന്നെയാണ് പരാമർശിക്കുന്നത് എന്താ അല്ലാഹു തആല പറഞ്ഞത് വഹില്ല അലൈക്കും ബിദ്വാനി നിങ്ങൾക്ക് മേൽ എന്റെ തൃപ്തി നിർബന്ധമായി പോയി ഹലാലായി പോയി പോരാ ഫലാ അസ്ഹത അലൈക്കും ബഅദഹു അബദാ ഇനി നിങ്ങൾക്ക് ഇതിനു മേൽ ശേഷം അതിനുശേഷം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോപം ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു ഖുർആനിൽ അല്ലാഹു ഹദീസിലൂടെ പറയുന്നതായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇതിനോടുകൂടെ കൂട്ടി വായിക്കാൻ കഴിയണേ എന്താ കാരണം മഹാന്മാരായ അസ്ഹാബുൽ കിറാം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പാണ് ഈ സംഭവമെല്ലാം അല്ലാഹു വിവരിക്കുന്നത് ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നത് കാണാം യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ ആരെങ്കിലും പുറപ്പെടുക ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഹബീബായ തങ്ങൾ ചില വിഷയങ്ങൾ പറയാം ആ കൂട്ടത്തിൽ പറയുന്ന ചില വിഷയങ്ങളാണ് നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിങ്ങളെ വിളിക്കും നിങ്ങളോട് ചോദിക്കും നിങ്ങൾ തൃപ്തിയാണെന്ന് പറയും പക്ഷേ വീണ്ടും അല്ലാഹു തആല പറയും ഇതിനേക്കാൾ ഹൈർ നിങ്ങൾക്ക് തരും എന്താ ഹൈർ എന്താണ് ആ ഹൈർ എന്റെ തൃപ്തി നിങ്ങൾക്ക് മേൽ ഹലാലാക്കും പോരാ അതിനുശേഷം പിന്നെ എന്റെ കോപം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഉണ്ടാകൂല ഇത് മഹാന്മാരെ ഉദ്ധരികളെ കുറിച്ച് തന്നെയാണ് ചില ഹദീസിൽ കാണാം അല്ലാഹു തആല അസ്ഹാബുൽ ബദറിനെ മുൻകഴിഞ്ഞ പാപങ്ങൾ പോലും പുറത്തു കൊടുത്തു തെറ്റ് ചെയ്താൽ പോലും അവർക്ക് പുറത്തു കൊടുക്കും അല്ലാഹു തആല എന്തേ കാരണം അവർ ബദരീകളാണ് ആ സ്വഹാബൽ ബദരീകളായ കാരണം അവർക്ക് അല്ലാഹു ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അല്ലാഹു തആല മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു തരും ഹാത്തിബി എന്ന് പറയുന്ന സ്വഹാബിയുടെ ചരിത്രം പ്രസിദ്ധമാണ് ആദ്യം വലിയ തെറ്റ് ചെയ്തു ഉമർ തങ്ങൾ വാളൂരി വെട്ടാൻ പോയി അപ്പോഴാണ് ഉമ്മാന്റെ ഹബീബ് പറഞ്ഞു ഉമറെ ഇരിക്കും അവിടെ ഇരിക്കും ഉമർ അവിടെ ഇരിക്കും ഉമർ തൊടാൻ പാടില്ല കാരണം ഹാത്തിബ് ബദരീകളിൽപ്പെട്ടയാളാണ്
അതുകൊണ്ട് തന്നെ ഖാത്തിബിന്റെ മുൻകൈയിലെ പാപങ്ങളും പിന്നെ ചെയ്യാൻ പോകുന്നതെല്ലാം അല്ലാഹു തആല പുറത്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് വാടൂരി കുറിച്ച് ഉമറിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. എന്തോ ഒരു കാര്യമാണ് തെറ്റ് സംഭവിച്ചു. ഒറ്റുകൊടുക്കാന്ന് പറയുന്നത്, ഒറ്റുകൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വിട്ടുവീഴ്ചയില്ലാത്ത പൊറുക്കപ്പെടാത്ത ഒരു സംഗതിയാണ്, ചാരപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഹബീബായ തങ്ങൾ വിളിച്ചിരുത്തിയത്. പക്ഷേ ഹാത്തിബ് ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്, അതുകൊണ്ട് തൊടാൻ പാടില്ല. ഹാത്തിബിന്റെ മുൻകൈയിലെ പാപങ്ങൾ, ചെയ്യുന്ന പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അല്ലാഹു തആല ഖുർആനിൽ വീണ്ടും പറയുന്നത് കാണാം, വസാബിഖൂനൽ അവ്വലൂന. അല്ലാഹു തആല പറയുകയാണ്, അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. അവരെ പേര് വെച്ചാൽ ബറക്കത്താണ്, വീടുകളിൽ അവരെ പേര് വെച്ചാൽ ബറക്കത്താണ്. വിഷയത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖുർആനിലൂടെ വീണ്ടും പറയുകയാണ്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തഖൗ ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു തആല പറയുകയാണ്, വസാബിഖൂനൽ അവ്വലൂന, മുൻകടന്നു പോയ ആൾക്കാർ, മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, അൻസ്വാരികളുടെ കൂട്ടത്തിലും മുഹാജിറുകളുടെ കൂട്ടത്തിലും മുൻകൈയിൽ പോയ ആൾക്കാർ, ഈമാൻ കൊണ്ട് മുൻകടന്നവരാണ്. ഉദ്ദേശം ഈമാൻ കൊണ്ട് മുൻകടന്നവരായ മുഹാജിരീങ്ങൾ, അൻസ്വാരികളായ ആൾക്കാർ എന്താ അവരുടെ പ്രത്യേകത? വല്ലദീന തബഉഹും ബിഇഹ്സാൻ, കഴിഞ്ഞിട്ടില്ല നമുക്ക് കൂടി അല്ലാഹു ഓഫർ തരികയാണ്. സാധുക്കളായ ഞങ്ങൾക്കും കൂടി അല്ലാഹു ഓഫർ തന്നു. എങ്ങനെ? വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് അവരെ പിൻപറ്റുന്നവരായ ആൾക്കാർ, റളിയല്ലാഹു അൻഹു വറദു അൻഹു. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, റളിയല്ലാഹു അൻഹു വറദു അൻഹു. അവർക്ക് അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, വരിദവാനി ഫലാ അസ്ഖതാലൈക്കും, ശേഷം നിങ്ങൾക്ക് വരേണ്ട കോപം ഉണ്ടാവൂല, ദേഷ്യം ഉണ്ടാവൂല എന്ന് അല്ലാഹു പറഞ്ഞ വിഭാഗത്തിലേക്ക് നമുക്കും എത്തിച്ചേരാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനൊരുപാട് പണിയെടുക്കേണ്ടി വരും, ഒരുപാട് അധ്വാനിക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത്രയും വലിയ പവറുള്ള സ്ഥാനമാണ്. ബദരീകളായ മുഹാജിറുകളിൽപ്പെട്ടതായ അൻസ്വാരികളിൽപ്പെട്ട മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ മാർഗത്തോളം നമുക്ക് എത്താൻ കഴിയില്ലെങ്കിലും അവരെ പിൻപറ്റിയാൽ അതിന് സമാനമായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതല്ലേ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. അല്ലാഹു പറയുകയാണ്, അവർ ഈമാൻ കൊണ്ട് മുൻകടന്നവരാണ്. ആരാണവർ? മുഹാജിരീന വൽ അൻസ്വാർ. റസൂലുള്ളാഹിന്റെ കൂടെയാണ് ഉറക്കിലും മൂടിലും വരുമ്പോഴും പോകുമ്പോഴും ഒരു നിഴൽ പോലെ റസൂലുള്ളാഹിന്റെ കൂടെ പറ്റിക്കിടന്ന മഹാന്മാരായ മുഹാജിറുകൾ, അൻസ്വാരികളായ ബദരീകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വല്ലദീന തബഉഹും, അല്ലാഹു പറയാണ്, വല്ലദീന തബഉഹും, അവരോട് നന്മ കൊണ്ട് പിൻപറ്റിയ ആൾക്കാരുണ്ട്. റളിയല്ലാഹു അൻഹു വറദു അൻഹു. അല്ലാഹു പറയുകയാണ്, ഉമ്മമാരെ, അല്ലാഹു പറയുകയാണ്, ഞാൻ അവരെയും തൃപ്തിപ്പെട്ടു, അവർ എന്നെയും തൃപ്തിപ്പെട്ടു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ, അവർക്ക് വേണ്ടി സ്വർഗീയ ലോകം തയ്യാറാക്കി. എങ്ങനത്തതായ സ്വർഗീയ ലോകമാണ്? തജ്രീ തഹ്തൽ അൻഹാർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തായ്ഭാഗത്തോടുകൂടി ഒരുപാട് അരുവികൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിലവർ ശ്വാസന്മാരാണ്, അതിലവരെന്നും ജീവിക്കുന്നവരാണ്. മടുപ്പില്ലാതെ, ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ, ഒന്നുമില്ലാതെ, പരിവട്ടമില്ലാതെ, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, ആപരാതിയില്ല, വേവലാതിയില്ല, ഇതൊന്നുമില്ലാതെ സുന്ദരമായി അവർ അതിൽ ഇങ്ങനെ ജീവിച്ചു പോകുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ടല്ലേ അതാണ് അസ്ഹാബുൽ ബദറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ ഹദീസിൽ കാണാം, നബി ഹുറൈറ റളിയല്ലാഹു തആല തങ്ങളെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ പറയുകയാണ്. നബി ഹുറൈറ തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തലു അലാ അഹ്ലി ബദർ,
ബദരീങ്ങൾക്ക് മേലെല്ലാം അല്ലാഹു വെളിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുൽ ബദറിനെ കുറിച്ചാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഇന്നല്ലാഹു തആല അഹ്ലി ബദറിൻ, ബദരീങ്ങളെല്ലാം അല്ലാഹു വെളിവാക്കിയിരിക്കുന്നു. ഫഖാല, എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഹബീബായ തങ്ങൾ പറയാ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. ബദരീകൾക്കുള്ള ഓഫറാണത്, ബദരീകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണത്, ബദരീകൾക്ക് മാത്രം അല്ലാഹു കനിഞ്ഞു നൽകിയ വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം ചെയ്താലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീകൾ, ആ ബദരീകൾ ആയതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അവരെ തെറ്റ് ചെയ്താലും ചെയ്യാൻ പോയാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. കാരണം ദീനിന്റെ തൂണാണവർ, വിശുദ്ധ ഇസ്ലാമിന്റെ നെടുന്തൂണാണവർ. ആ ബദരീകളൊന്ന് പരാജയപ്പെടുമെങ്കിൽ, അവർ പിന്മാറിയിരുന്നുവെങ്കിൽ ഈ ദീനായിട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹബീബായ തങ്ങൾ അതുകൊണ്ട് അവരെ സന്തോഷവാർത്ത അറിയിച്ചത്, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല സ്വഹാബത്തെ, ബദരീങ്ങളോട് മാത്രമാണ്. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി മൗലിദ് ഓതുന്നവരാണ് നമ്മൾ. ബദർ മൗലിദിൽ കാണാം, വജാദൂ ബി അംബാലി വബാഉ നുഫൂസഹും ലദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ അസ്ബതി സ്വലാത്തും വ തസ്ലീമും വ അദ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി വജാദൂ ബി അംവാലി വബാഉ നുഫൂസഹും. എന്താ അവർ പറഞ്ഞതിന്റെ അർത്ഥം? വജാദൂബി അംവാലിൻ, അവർ സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്തവരാണ് ദീനിന് വേണ്ടി. വബാഉ നുഫൂസഹും, ശരീരങ്ങൾ അവർ വിറ്റവരാണ്. ആർക്ക് വിറ്റു? ജഗന്യന്താമായ യജമാനായ റബ്ബിന് വേണ്ടിയാണ് അവർ പണയം വെച്ചത്. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമായിട്ടാണ് മഹാനായ ഇമാം മഖ്ദൂം തങ്ങൾ പറഞ്ഞത്. വജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും, അവർ ശരീരം പണയം വെച്ചവരാണ്, അല്ലാഹുവിന് വേണ്ടി പണയം വെച്ചവരാണ്. ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ അസ്ബതി, പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധങ്ങളിൽ പോലും അവർ പണയം വെച്ചവരാണ്. വശറഫ മിൻഹും മഹ്ല ബദരിൻ ഇലാഹുനാ ബിഅൻവാഇ ആലാഇ വഅഗ്ലാ മസിയതി. ബദർ കഴിക്കുന്നവരാണ് നമ്മൾ, അതിൽ എപ്പോഴും പാടുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല ബദരീകളെ വലിയ പവിത്രതയിലേക്ക് എത്തിച്ചു, വലിയ ഫളീലത്തുള്ളവരാക്കി, വലിയ ശ്രേഷ്ഠതയുള്ളവരാക്കി. വ്യത്യസ്തമായ പല രീതിയിലുള്ള പവിത്രമായ പദവികൾ അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ബദറിലൂടെ നമ്മൾ പാടുന്നവരാണ്, പറയുന്നവരാണ്. ബദറിലൂടെ നമ്മൾ മഹാന്മാരായ സ്വഹാബത്ത് ബദറിനെ പറയുന്നവരാണ്, പാടുന്നവരാണ്. ഏതായാലും വിഷയത്തിലേക്ക് വരാം. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ, ആ സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രതയുള്ള, ഏറ്റവും ഫളീലത്തുള്ള മഹാന്മാരായ സ്വഹാബത്തിനെ ഹബീബായ തങ്ങൾ എല്ലാ നിലക്കും പരിഘോഷിപ്പിച്ചു. എന്നിട്ട് നേരെ പോവുകയാണ് എടുത്തേക്ക് ഇലാ ബദറിലേക്ക് പോവുകയാണ്. ബദറിലേക്ക് ഇങ്ങനെ നടക്കാം. ബദർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി എല്ലാ പോപ്പുകളും പടയണികളും ഒരുമിച്ച് കൂട്ടി. പക്ഷേ സാധുക്കളായ പാവങ്ങളായ ബദരീങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. വെറും 313 ചരിത്രത്തിൽ കാണാം. ഉണങ്ങിയ കാരക്കയാണ്, കഹുവ, കുറച്ച് വെള്ളവും അതുപോലെ ഉണങ്ങിയ കാരക്കയുമാണ് അവിടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം. അതുമാത്രമല്ല, നോമ്പിന്റെ സമയമാണ്, പകലാണ് യുദ്ധം, നോമ്പ് പിടിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്.
പക്ഷേ എതിർഭാഗത്ത് വരുന്ന സംഘത്തെ കുറിച്ച് പറയുന്നത് കാണാം. മൊയ്ൻകുട്ടി വൈദ്യര് ബദർക്ക് സയ്യിദ് പറയുന്ന ഒരു രംഗമുണ്ട്. അവരുടെ വരവിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. എന്തേ പറഞ്ഞത്? ബദറിലേക്ക് പോയി, ബദറിൽ തമ്പടിച്ച് നേരെ അപ്പുറത്തേക്ക് നോക്കുമ്പോ എന്താ കാണുന്നത്? സുബ്ഹാനല്ലാഹ്, മഹാനായ വൈദ്യര് പറയുന്നില്ലേ, മഹാനായ വൈദ്യര് ആ രംഗം വിവരിക്കുന്നത് കാണാം. തുടരെ മദ്ദളവും മുരശോട് മറുപോറ്റകളും പജയോട് ദുടികൾ ദപ്പുകളും കൈമടി തൊടികൾ കാശികളാൽ പുടവയിടയിട ചില്ലകൾ കയ്യറയിടയിൽ നടപ്പുനവെ വരി വരി വരികൾ ഉപതായും ഉപതായും അണികൾ ഇപ്പടിതായും തുടരെ മദ്ദളവും മുരശോട് മറുപോറ്റകളും ഭജയോട് ദുടികൾ ദപ്പുകളും കൈമണ്ണി ധ്വനികൾ കാശികളാൽ. മഹാന്മാരായ സ്വഹാബുൽ ബദർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നാലെ കൂടി 313 വരുന്ന അസ്ഹാബുൽ കിറാം റസൂലുള്ളാഹിന്റെ പിന്നാലെ പോയി. ബദറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എതിർഭാഗത്തേക്ക് കൊട്ടും കുരവയും പാട്ടുമാണ്. തുടരെ മദ്ദളവും മുരശോട് മറുപോറ്റകളും ഒച്ചകളും എല്ലാ ഒച്ചും പാട്ടുമായി മുട്ടും പാട്ടുമായി തടിയനായ കാണാൻ ആകാരഭംഗിയുള്ള തടിയനായ മിടുക്കന്മാരായ ആചാരമാവുകളെ പോലെ തടിമേടന്മാരായ ഉമ്മയ്യത്തിനെ പോലെയുള്ള ആൾക്കാര് ആ തട്ടഹസിച്ച് വരുന്ന രംഗമാണ് സ്വഹാബത്ത് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, 1000-ഓളം വരുന്ന വെല്ല പടപക്ഷം പോലെയുള്ള മനുഷ്യന്മാർ ആ തട്ടഹസിച്ച് വരുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ഒന്ന് ചെറുങ്ങനെ പേടിച്ചു പോയി. അവിടെയാണ് അല്ലാഹു തആല ആദ്യം തന്നെ ഡോസ് കൊടുത്തത്. ഈമാനാണ് വലുത്, ഈമാനാണ് വലുത്. ഈ ബദറിന്റെ ചരിത്രം ഒരുപാട് പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മമാരെ. അംഗബലം കൊണ്ടല്ല ആൾബലം കൊണ്ടല്ല നമ്മൾ വിജയിക്കുന്നത്, പറിച്ച് ഹൃദയത്തിൽ അടിയുറച്ചിരിക്കുന്ന പേരുറച്ചിരിക്കുന്ന ഈമാന്റെ ശക്തി പ്രഭാവം കൊണ്ടാണ്. ലോകത്തിൽ നമ്മളെ കീഴടക്കേണ്ടത്, നമ്മൾ അതിജയിക്കേണ്ടത് ഈമാന്റെ ശക്തി കൊണ്ടാണ് എന്ന വലിയ പാഠമാണ് ബദരീകൾ നൽകുന്നത്. അപ്പം കൊട്ടും പാട്ടുമായി അവരിങ്ങനെ വരികയാണ്. ആ സമയത്ത് ആ ബദറിൽ ഒരു തമ്പിൽ ഹൈമിന്റെ ഉള്ളില് തമ്മിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇരുന്നു കൊണ്ട് എന്താ ഹബീബായ തങ്ങൾ ചെയ്യുന്നത്? കരയുകയാണ് ഹബീബായ തങ്ങൾ. ആ കണ്ണ് നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാൻ തുടങ്ങി, അല്ലാഹുവേ, പാപങ്ങളായ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത്, മുഹാജിറുകള് അൻസ്വാരികളിൽപ്പെട്ട എന്റെ പാവങ്ങളായ പട്ടിണി പാവങ്ങളായ സ്വഹാബത്തുൽ കിറാമാണ് നോമ്പെടുത്തുകൊണ്ടാണ് അവർ വന്നത്. എതിർഭാഗത്ത് കൊട്ടും കുരവയുമായി ഒട്ടകത്തെ മുഴുവനും മാർച്ചു നിന്ന് ഉഷാറായിട്ട് വരുന്ന വലിയ സംഘത്തിനെയാണ് അല്ലാഹുവേ നേരിടാൻ പോകുന്നത്. ഇത് നിന്റെ ദീനാണ്, ഇത് നിന്റെ മതമാണ്. ഇവിടെ പരാജയപ്പെട്ടു പോയാൽ അല്ലാഹുവേ ദീനില്ലാതെയാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ കണ്ണുകൾ നിറഞ്ഞുപോയി, ആ കണ്ണുകൾ നിറഞ്ഞുപോയി. അവലാതി പറയുമ്പോഴാണ് ആ ഹൈവയിലേക്ക് ഒരാൾ വരുന്നത്. നസറൽ അമീൻ മലക്ക് ജിബ്രീൽ എന്റെ കൂടെയില്ലേ? നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട്. അതും വൈദ്യര് പറയുന്നുണ്ട്, അണവഖീറുൽ അമീൻ തൻമൊളിയ അമ്പൻ പൂകൈദയ ഖൈറൽ വറായ തുണയാറബൂ സുഫിയാനും ബഗീറ ചുമകളും ഷാമിന്റെ വാരുന്നു സൈറ. നവാക്കിറുൽ ആ രംഗമാണ് മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നത് പാട്ടിലൂടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ ഹൈവേയിൽ കടന്നുറങ്ങുന്ന സമയം, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, യാ സയ്യിദി യാ റസൂലല്ലാഹ്, മുകളിലേക്ക് നോക്കണം നബിയേ. ഹൈവേയുടെ പുറത്തിറങ്ങി ആകാശ ലോകത്തേക്ക് നോക്കണം യാ റസൂലല്ലാഹ്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സമയത്താണ് ഹബീബായ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ മുകളിലേക്ക് നോക്കുന്നത്. മുകളിലേക്ക് നോക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. ആ സന്ദർഭത്തെയാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്, ഇത് തസ്തഈതൂന റബ്ബകും ഫസ്തജാബ ലക്കും. അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞപ്പോഴാണ് ആ കരഞ്ഞ സമയത്ത് അല്ലാഹു ഉത്തരം കൊടുത്തു. ആരാണ് കരഞ്ഞത്? ആരാണ് ചോദിച്ചത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഉമ്മമാരെ കരഞ്ഞത്. ഒരു സാധാരണക്കാരനല്ലോ കരഞ്ഞത്, ഒരു സാധാരണക്കാരനല്ലോ കരഞ്ഞുകൊണ്ട് ചോദിച്ചത്. കാരണം എന്റെ കഷ്ടമായ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു ചോദിച്ചപ്പോ ഇത് തസ്തഈതൂന റബ്ബകും, അവർ അല്ലാഹു സഹായിച്ചു. എങ്ങനെ? ഫസ്തജാബ ലക്കും, അല്ലാഹു ഉത്തരം നൽകി. എങ്ങനെ? അന്നീ ഉമിത്തുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആകാശലോകത്തേക്കും 1000ഓളം മലക്കുകൾ അല്ലാഹു ഭൂമിലോകത്തേക്ക് അയക്കുകയാണ്. ആകാശലോകത്തും 1000ഓളം മലക്കുകൾ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. ഹബീബായ തങ്ങളോട് പറയുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയെ നോക്കണം, നബിയെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. അതിന്റെ നേതാവാണ്, ആ മലക്കുകളുടെ നേതാവാണ് മഹാനായ നസറുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ അല്ലാഹു അംഗബലമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വിഷമം വേണ്ട. അംഗബലം രണ്ടാമത് വിഷമിച്ചു പോയത് എന്തിന്റെ പേരിലാണ്? ഭൗതിക വിഭവങ്ങളുടെ പേരിലാണ്. ശത്രുപക്ഷമല്ലാതെ ദം പഠിച്ചുകൊണ്ടാണ് വരുന്നത്. നോമ്പിന്റെ കാലത്ത് അറിയാതെ ഒന്നുമില്ല, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടോ ഒരു കാരക്കയാണ്. ഈ ഒരു കാരക്ക 4 ആള് തിന്നു. ഈ ഒരു കാരക്ക 4 മനുഷ്യന്മാർ തിന്നു, 4 സ്വഹാബത്ത് തിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കാരക്ക ഒന്നിനെ ചീളാക്കി വെക്കും. 4 ചീളാക്കിയിട്ട് ഒരു കാരക്ക 4 പേര് പങ്കിട്ടെടുക്കും. നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ഇത് നോമ്പിന് എന്തെല്ലാം മുമ്പിൽ വെച്ചാൽ നമുക്ക് കഴിയില്ല. ജ്യൂസ് വേറെ, അത് വേറെ, ഇത് വേറെ, അത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ നിരത്തി വെക്കുമ്പോൾ ഈ പാവങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒന്ന് ഇറങ്ങൂല തൊള്ളയിലൂടെ. ഞാനിത് വന്നിട്ട് രാഷ്ട്രീയ കാരൊക്കെ മാത്രം ഒത്തേക്കല്ലേ. അപ്പോ അവരുടെ ജീവിതം പറയാണ്, അവരുടെ ജീവിതത്തിന്റെ കഥ പറയുകയെ, അവരെങ്ങനെയാണ് ഈ ദീനിനെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ട് തന്നത് നമ്മൾ ആലോചിച്ചോളണം. ചെറിയ കാര്യമല്ല. നോമ്പ് തുറക്കാൻ നേരമായി കഴിഞ്ഞാൽ ഒരു കാരക്ക 3 ആളോ 4 ആളോ വീഴ്ചെടുക്കും. കാരക്കയുടെ ചീട്. അതുകൊണ്ട് അത് കണ്ടിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും നോമ്പുകാരനെ ഒരു കാരക്കയുടെ ചീട് കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. അന്നത്തെ സാഹചര്യമാണല്ലോ. ഇന്നിപ്പോ നമ്മൾ എന്ത് കൊടുത്തിട്ട് ഒരു പാവപ്പെട്ട ഒരു മുതാലിമിനെ, ഒരു ഉസ്താദിനെ, ഒരു പാവപ്പെട്ട ഒരാളെ നമ്മൾ നോമ്പ് മുറിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ ഇത്ര ഭാഗ്യവാന്മാരാണ്. ഏതായാലും വയ്ക്കാൻ നമുക്ക് അല്ലാഹു ഓഫർ, ഒരാൾക്കും കിട്ടാത്ത പല ഭാഗ്യങ്ങളും പല ഓഫറുകളും അല്ലാഹു നമുക്ക് തന്നില്ലേ. അൽഹംദുലില്ലാഹ്. എത്ര വട്ടം പറയണം നമ്മൾ, എത്ര വട്ടം അല്ലാഹുവിനെ ശ്രദ്ധിക്കണം നമ്മൾ, അല്ലാഹുവിനെ സ്മരിക്കാൻ ശുക്ർ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങളോട് പറയാണ്, ഇത് തസ്തഈതൂന റബ്ബകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ അതാ മഹാന്മാരായ സ്വഹാബികളെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ തായോട്ട് മുർദിഫീൻ. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, ഇത് തസ്തഈതൂന റബ്ബകും വസ്തജാബ ലക്കും അന്നീ മുമിത്തുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചത്. കൂട്ടം കൂട്ടമായി വലിയ സംഘമായിട്ടാണ് മലക്കുകൾ തായോട്ട് വരുന്നത്. ആ തായോട്ട് വരുന്ന സമയത്ത് ശത്രുവിന്റെ പക്ഷത്ത് ഒരാളുണ്ട്, സുറാഖയുടെ കോലത്തില്. സുറാഖയുടെ കോലത്തില് ഒരാള് അബൂജഹൽ ഇങ്ങനെ മോട്ടിവേറ്റ് കൊടുക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് മലക്കുകൾ വരുന്ന കണ്ടപ്പോൾ ആ മനുഷ്യൻ നല്ല വിട്ടുപോയി. അബൂജഹലിന്റെ കൈ പിടിച്ചിട്ട്, ആ പിടിച്ച കൈ ഉണ്ടല്ലോ, ആ കൈ മെല്ലെ കുതിരി മാറ്റിയിട്ട് സുറാഖ പായുകയാണ്. അബൂജഹൽ ചോദിക്കുന്നു, എവിടേക്കാണ് നീ പായുന്നത് സുറാഖ? സത്യത്തിൽ അത് സുറാഖ ഇല്ല, അത് സാക്ഷാൽ ലഅനത്തുല്ലാഹി ഇബ്ലീസ്.
വേഷം മാറി വന്നിരിക്കുകയാണ്. പക്ഷേ മലക്കുകളെ വരവ് കണ്ടപ്പോ ഇബ്ലീസിന് കാര്യം ഉറപ്പായി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യത്തിന് തീരുമാനമാകുമെന്ന് ആ പഹയൻ മനസ്സിലാക്കി. ഇബ്ലീസ് മനസ്സിലാക്കിയ സ്പോട്ടിൽ തന്നെ അവിടെ സ്ഥലം കാര്യമാക്കുകയാണ്. ചരിത്രത്തിലേക്ക് അത് പറയുന്നത് കാണാം. രണ്ടാമത്തെ വിഷയം ഭൗതിക വിഭവങ്ങളാണ്. അവർ നല്ലോണം അടിച്ചിട്ടകരുന്നത് ഒട്ടകത്തേക്ക് അങ്ങനെ തന്നെ അറുത്ത് കശാപ്പ് ചെയ്ത് അതിനങ്ങനെ തന്നെ 1, 2, 3, 4 ഒട്ടകത്തേക്ക് അങ്ങനെ തന്നെ കശാപ്പ് ചെയ്ത് അതിനെ നല്ലോണം അടിച്ചിട്ട് വരിക. നല്ലോണം ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യവാന്മാരായ മല പോലെ പർവ്വതം പോലെയുള്ള പുരുഷന്മാർ. ഈ പാവങ്ങളോട് 313 അസ്ഹാബുൽ ബദറിന്റെ കഥ പറയുന്നത്. പക്ഷേ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആല ഉണങ്ങിയ കാലങ്ങളെ പോലെ തന്നെ അവരും ഉണങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈമാന്റെ കരുത്തുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഈമാന്റെ കരുത്തുണ്ട്. എട്ടും വിണ്ട് തീഹാമിന്ന് ശുചാരികൾ ആരെല്ലാം ഓതിടൂവീ. വൈദ്യർ ചോദിക്കാം, ഉണങ്ങിയതാണെങ്കിലും നോമ്പ് നോറ്റവരാണെങ്കിലും അവർ ചോദിക്കുന്നു അബൂജഹലിനോട്, ആരണാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവൻ ധൈര്യവാനുണ്ടെങ്കിൽ വന്ന പാടാ, ഏറ്റുമുട്ടാൻ മുന്നോട്ട് പാടാ എന്ന് വിളിക്കുന്നത് മഹാന്മാരായ ബദരീങ്ങളാണ്. ഉമറിനെ പോലെയുള്ളവരാണ്, സുദ്ദീഖിനെ പോലെയുള്ളവരാണ്, ഹംസത്തുൽ ഖർറാറിനെ പോലെയുള്ളവരാണ്, അലിയിൻ മുത്തളയെ പോലെയുള്ളവരാണ്. അബൂജഹലിനറിയാം അവർ ഉള്ളിന്റെ ഉള്ളിൽ ഈമാനിനേക്കാൾ കാര്യത്തിനേക്കാൾ ശക്തമായ ഈമാന്റെ വെളിയേറ്റം അവർ ഉള്ളിന്റെ ഉള്ളിൽ പദപദക്കുന്നുണ്ടെന്ന് അബൂജഹലിനറിയാം. അവരുടെ ഉള്ളിൽ പേടിയുമുണ്ട്. പക്ഷേ അല്ലാഹു തആല അവർക്ക് കൊടുത്ത വിഭവം ഏറ്റവും സുന്ദരമായ അവർക്ക് കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും വേണ്ടി പാകമായ മഴ അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയാണ്. റഹ്മത്തിന്റെ മഴയാണ് അല്ലാഹു തആല സ്വഹാബത്തിന് ഇറക്കി കൊടുത്തത്. നല്ല സുഭിക്ഷമായ പാനീയങ്ങൾ അത് അല്ലാഹു തആല സ്വഹാബത്തിന് ഇറക്കി കൊടുക്കുകയാണ്. അതിലും അല്ലാഹുവിന്റെ സഹായം വന്നു. മൂന്നാമത്തെ കാര്യമാണ് വലിയ കാര്യം. മൂന്നാമത്തിലാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ അല്ലാഹു ശക്തിപ്പെടുത്തിയത്. എന്താ? ഉൾഭയമാണ്, ഭയപ്പാടാണ്. ശത്രുവിന്റെ സംഖ്യത്രയാണ്, 1000ഓളം വരുന്ന ശത്രുവിന്റെ ആ സംഘബലം, അംഗബലം, ആൾബലം, ആയുധം ഇതൊക്കെ കണ്ടപ്പോ വല്ലാത്ത പേടി. എത്രയാരും ഉള്ളിലുണ്ടാവും. ചില ആൾക്കാർക്ക് പേടി. ഉമറിനെ പോലെയുള്ള, ഹംസയെ പോലെയുള്ള, അബൂബക്കറിനെ പോലെയുള്ള, അലിയെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാറ്റിവെച്ചാൽ പിന്നെയുണ്ട് പാപങ്ങളാൽ മുഹാജിരീങ്ങൾ, അൻസാരികൾ. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയപ്പാട് വന്നു. ആ ഭയപ്പാടിലേക്കാണ് അല്ലാഹു തആല ഒരു മറുപടി കൊടുത്തത്. എന്താണ് ആ മറുപടി എന്നറിയോ? സൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുബ. അല്ലാഹു പറയുകയാണ്, സൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു. കാഫിരീകളായ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക്, ഹൃദയാന്തരാളത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്തു പേടിയെ. തിരിച്ചു കൊടുത്തു. ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി വന്ന ആചാരഭാവുകളായ മനുഷ്യനും ഉള്ളിലേക്ക് ജഗന്യന്താവായ അള്ളാഹു പേടി അങ്ങോട്ട് കൊടുത്തു. അള്ളാഹിനെ പേടിച്ച പിന്നെ അള്ളാഹിനെ പേടിക്കുന്ന മറ്റുള്ളവർ പേടിക്കുന്നതാണ്. ഇതിൽ വലിയൊരു കൊണ്ടതാണ് പഠിക്കുന്നത്. അള്ളാഹുവിനെ ഭയക്കുന്ന ഒരാളെ മറ്റുള്ള ജീവജാലങ്ങൾ ഭയന്ന് പിന്മാറുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹിനെ ഓർക്കുന്ന കണ്ണ്, അള്ളാഹിനെ ഓർത്ത് കരയുന്ന കണ്ണ്, അള്ളാഹിനെ ഓർത്ത് കരയുന്ന കൽബ്, അള്ളാഹിനെ സ്മരിക്കുന്ന കൽബ്, അള്ളാഹിക്ക് വേണ്ടി പണിയെടുക്കുന്ന കരങ്ങള്, അള്ളാഹിക്ക് വേണ്ടി പണിയെടുക്കുന്ന കാലുകള് എല്ലാം അള്ളാഹിക്ക് വേണ്ടിയാണ്. അതല്ലേ അസ്ഹാബുൽ ബദർ, അതല്ലേ അസ്ഹാബുൽ ബദർ. അപ്പോ അവർക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുന്നു, സൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു. അല്ലാഹു പറയുകയാണ്, അങ്ങനെയല്ല, എന്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദർ അവരെന്റേതാണ്. എന്റെ എന്ന് പറയാൻ അതിന് എത്രത്തോളം ഫളീലത്തുണ്ട്. അല്ലാഹു പറയുകയാണ്, എന്റെ അസ്ഹാബുൽ ബദറിനെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. സൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു. അവരുടെ ഹൃദയാന്തരാളത്തിലേക്ക് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശരീബത്തിന്റെയും ഉമ്മയത്തിന്റെയും എന്ന് വേണ്ട എല്ലാ കിങ്കരന്മാരുടെ ഹൃദയത്തിലേക്കും അല്ലാഹു ഭയത്തെ ഇട്ടു കൊടുക്കുകയാണ്. വദ്രിബൂ ഫൗഖൽ ആനാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ.
കരടികൾ അല്ലാഹു വിട്ടുകയാണ്, അല്ലാഹു പരാജയപ്പെടുത്തുകയാണ്. നമുക്കറിയില്ലേ, ബദരിലേക്ക് മഹാന്മാരായ മലായികത്തുകൾ ഇറങ്ങുന്ന സമയമുണ്ട്. ആ സമയത്തിലേക്കല്ലേ നേരത്തെ പറഞ്ഞത്. ഏത് പറഞ്ഞാൽ എത്രത്തോളം അറിയോ, അല്ലാഹു തആല മലക്കുകളെ ഇറങ്ങി സഹായിച്ചു, വെള്ളത്തിന് വെള്ളം കൊടുത്തു. പോരാത്തതിന് ഇവരെ ഭയം അല്ലാഹു തആല ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. എല്ലാം സഹായിച്ചു. ബദരിലേക്ക് ബദരീങ്ങളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുന്നു അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ. അതുപോലെ മഹാന്മാരായ ബദരീങ്ങളായ മലക്കുകളെ കൊണ്ട് അല്ലാഹു സഹായിച്ചു. ബദരിൽ പങ്കെടുത്ത മലക്കുകൾ ബദരീങ്ങളാണ്. 1000-ഓളം അല്ല, ചില സ്ഥലത്ത് കാണാം 5000-ഓളം മലക്കുകളുണ്ട് എന്ന്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമാണ് 1000-ഓളം മലക്കുകൾ. ആ മലക്കുകളുടെ നേതാവാണ് സയ്യിദുൽ മലായികത്തി നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സയ്യിദുൽ മലായികയാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ബദരിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി ഓരോരുത്തരും നോക്കി പോവാൻ തുടങ്ങി. പെട്ടെന്നാണ് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളിങ്ങനെ തപ്പിപ്പോവുകയാണ്. ഒരാൾ തപ്പി നടക്കുകയാണ്. മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആരെയാണ് തപ്പിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, ഏറ്റവും കൂടുതൽ വല്ലാതെ പരിഹസിച്ച അബൂജഹലിനെ തേടിക്കൊണ്ടാണ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിലുണ്ട് വില്ലാളി ധീരനെ പോലെ വെല്ലുവിളിച്ചുകൊണ്ട് തടിമാടനായ അബൂജഹൽ നിൽക്കുന്ന രംഗമാണ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത്. ഉടനെ തന്റെ കയ്യിലുള്ള കമ്പ് കൊണ്ട്, ആ വടി കൊണ്ട് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അബൂജഹലിന്റെ പൊക്കിളിൽ ഒരൊറ്റ കുത്താണ്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും വെല്ലുവിളിച്ച് നിൽക്കുക. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം 4 ഭാഗം നോക്കി ഇവനെ കാണാൻ വേണ്ടി. നോക്കുമ്പോൾ ഒരു ഭാഗത്തുണ്ട്. ആ ഭാഗത്തേക്ക് പോയിട്ട് അവന്റെ പൊക്കിളിൽ നോക്കി മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുത്തു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നതാണ്. ആ കുത്തിലാണ് ആ മനുഷ്യൻ ശളർന്നു പോയത്. നമ്മളെ കുത്തിലെല്ലാം മറിച്ചൊരു മലക്കിന്റെ കുത്താണ്, ഒരു മനുഷ്യന്റെ കുത്തല്ല. മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കമ്പ് കൊണ്ട് അബൂജഹലിന്റെ ആ പൊക്കിൾ കൊടിയിലേക്ക് ഒരു കുത്തം കൊടുത്തപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഊതി വീർപ്പിച്ച ബലൂണിലേക്ക് സൂചി കൊണ്ട് കുത്തിയാൽ എപ്രകാരമായിരിക്കുമോ അതുപോലെ അബൂജഹൽ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുത്തു കിട്ടിയപ്പോഴാണ് ക്ഷീണിച്ചു പോയത്. പക്ഷേ അതിലെല്ലാം രസമുള്ള ഒരു കാര്യമുണ്ട്. അവിടേക്ക് അബൂജഹലിനെ വെട്ടാൻ വേണ്ടി വന്ന ചെറിയ 2 മക്കളുണ്ട്. ഏതാ 2 മക്കള്? മഹദിയായ അഫ്റായിന്റെ 2 മക്കളാണ്. 9 വയസ്സ് പ്രായമുള്ള മുആദ് മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ. ബദരിൽ പങ്കെടുത്ത ചെറിയ 2 മക്കളാണ്. 8ഉം 9ഉം പ്രായം മാത്രമുള്ള മുആദ് മുഅബ്ബിദ് റളിയല്ലാഹു തആല അൻഹുമാ. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ബദരീകളെ ആ ചരിത്രം നോക്കിയാൽ അതിൽ 2 ചെറിയ മക്കളെ കാണാൻ കഴിയും. ആ മക്കളുടെ പേരാണ്, ആ പൊന്നോമകളുടെ പേരാണ് മുആദ് മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ. അഫ്റായിന്റെ 2 മക്കളാണ്. ഖുറൈശി പ്രമുഖരിൽ മഹദിയായ അഫ്റാ എന്ന് പറയുന്ന മഹദിയുടെ 2 മക്കളാണ് മുആദ് മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ. ആ മക്കൾ വാളുകയിൽ പിടിച്ചോടി വരികയാണ്. ആരോടാണ് ഈ സ്നേഹമുള്ളത്? ഈ 9 മാത്രം പ്രായമുള്ള, 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നോമന കയ്യിലേക്ക് വാള് പിടിച്ചുകൊണ്ട് അബൂജഹൽ വെട്ടാൻ പ്രേരിപ്പിച്ച സ്നേഹത്തിന്റെ വാചനമേതാ? ആ വാചനത്തിന്റെ പേരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കുഞ്ഞു മക്കൾക്ക് പോലും പ്രിയപ്പെട്ടവരാണ് ഹബീബായ തങ്ങളും. അതല്ലേ പറഞ്ഞത്, ഒരു പാട്ട് പാടാറില്ലേ? ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. നമ്മൾ കേട്ടിട്ടുള്ള പാട്ട് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പ്രേരണയാണ്. പോരാ അല്ലാഹുവോടുള്ള ഇഷ്ടമാണ്.
അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടമാണ്. മുആദ് മുഅബ്ബിദ് എന്ന് പറയുന്ന രണ്ട് ചെറിയ മക്കളാണ് ഓടി വരുന്നത്. അബൂജഹലിനെ നോക്കാണ്. ഇരുന്നിരിപ്പിൽ നിന്ന് നിൽപ്പിൽ അബൂജഹലിനെ അന്തപ്പെട്ട് നോക്കുന്ന സമയത്ത് ആ ചെറിയ രണ്ട് പൊന്നോമനകൾ ഓടി വന്ന് ഇടതും വലതും നിൽക്കുകയാണ്. എന്നിട്ട് നേരെ നോക്കുകയാണ് മുകളിലേക്ക്. പർവ്വതം പോലെ വലിയ ഭീമാകാരനായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നു. നിസ്സഹനായിരിക്കുകയാണ്. മുആദ് മുഅബ്ബിദ് എന്ന 50 മാത്രം പ്രായമുള്ള 8 9 വയസ്സ് മാത്രമുള്ള ചെറിയ പിഞ്ചോമനകൾ രണ്ടുപേരും ഉറയുന്ന വാടുമല്ല ഊരിയിട്ട് അബൂജഹലിന്റെ കണങ്കാല് നോക്കി ഒരൊറ്റ വെട്ടങ്ങ് കൊടുത്തു. കണങ്കാല് വെട്ടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് അങ്ങ് പോകും. ആ ബാലൻസ് അങ്ങ് തെറ്റിയാൽ പിന്നെ നിലത്തേക്ക് മരങ്ങളിച്ച് വീഴും. അബൂജഹലിന്റെ കണങ്കാൽ നോക്കിയിട്ടാണ് മുആദ് മുഅബ്ബിദ് എന്ന് പറയുന്ന ചെറിയ മക്കൾ ആ വെട്ടങ്ങ് കൊടുത്തപ്പോ രണ്ട് ഭാഗത്തായി വിട്ടുകൊടുത്തപ്പോ അബൂജഹൽ നിലംപതിച്ചു പോയി എന്ന് ചരിത്രം പറയുന്നത് കാണാം. നാശം കൊണ്ട് മാനക്കേട് കൊണ്ട് അവൻ നിലത്ത് കിടക്കുകയാണ്. എന്നെ വെട്ടിയിട്ടത് ചെറിയ മക്കളല്ലേ, കുരുന്നു പോലെയുള്ള ചെറിയ രണ്ട് പിഞ്ചോമനകളാണ് എന്നെ വെട്ടിയിട്ടത് എന്ന രീതിയിൽ മാനക്കേട് കൊണ്ട് നിലത്ത് കിടക്കുന്ന അബൂജഹലിന്റെ അടുത്തേക്ക് വേറൊരാള് കയറി വരികയാണ്. ഹബീബായ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വഹാബി വര്യൻ, ഏറ്റവും സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാനുഭാവൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സുന്ദരമായി സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാനാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങൾ ഓടി വരുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് കിടക്കുന്ന പർവ്വതം പോലെ വീണ് കിടക്കുന്ന അബൂജഹലിന്റെ നെഞ്ചത്തേക്ക് അവിടുന്ന് ചാടി കയറുകയാണ്. എന്നിട്ട് പറയുന്ന അബൂജഹലെ, എടാ പഹയ, നിനക്കൊന്ന് കരഞ്ഞുകൂടെ മനുഷ്യ? അതും മോഹിക്കുട്ടി വൈദ്യർ പറയുന്നുണ്ട്, കേളട അബൂജഹലെ, കേളട കൊടിയ കെട, കേളട ചടയ മുട, കേളട കേളട അബൂജഹലെ, കേളട കൊടിയ കെട, കേളട ചടയ മുട, കേളട തുടി തുടിക്കും ചകഹിയ, കടുകടുക്കും പകഹിയ, ജഹലെ കേളട, ജഹലെ കേളട. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിട്ട് വാൾ ഊരി പിടിച്ചിട്ട് പറയുകയാണ്, എന്റെ തല നീട്ടി മുറിക്കാൻ പോവുകയാണ്. അബൂജഹൽ പറഞ്ഞു, അബ്ദുല്ലാഹ്, നിന്റെ കൂട്ടത്തിൽ ധീരന്മാരായ ഒരാളുമില്ലയോ? ഹംസയില്ലയോ, ഉമറില്ലയോ, അബൂബക്കറില്ലയോ, അലിയാരി തങ്ങളില്ലയോ? എന്തെന്നെ വേണോ? എനിക്ക് മാനക്കേടാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, ഇടടാ ജഹലെ, ഈ കിടക്കുന്ന നിന്നെ വെട്ടാൻ, നിന്നെ തീർക്കാൻ അവരൊന്നും വേണ്ട, ഞാൻ തന്നെ മതി. നമ്മ മുമ്പിൽ ഒരു കണക്കുണ്ട് തീർക്കാൻ, എന്നെ പണ്ടടിച്ച കണക്ക് തീർക്കാൻ എന്റെ മുമ്പിലേക്ക് നിന്നെ അല്ലാഹു ഇട്ട് തന്നതാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞുകൊണ്ട് നീട്ടി മുറിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പറഞ്ഞത്, നിനക്കൊന്ന് കരഞ്ഞുകൂടെയോ ജാഹിലേ, നിനക്കൊന്ന് കരഞ്ഞുകൂടെയോ പഹയ? അതാണ് വൈദ്യര് പറഞ്ഞത്, കേളടാ അബൂജഹലെ, കേളടാ കൊടിയ കെട, കേളടാ ചടയ മുട, കേളട. അല്ലാഹുവിന്റെ ഹബീബിനെ, ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മനുഷ്യനല്ലടാ നീ. റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച പഹയനല്ലടാ നീ. നിനക്കൊന്ന് കരഞ്ഞുകൂടെയോ അബൂജഹലെ എന്ന് ചോദിക്കുമ്പോ അബൂജഹൽ പറഞ്ഞ മറുപടി, അബ്ദുല്ലാഹ് മസ്ഊദേ, എന്താണ് താൻ പറയുന്നത്? ഒന്നിനും കൊള്ളാതെ കിടക്കുന്ന എന്റെ മേൽ കിടന്നിട്ട് വീമ്പ് പറയല്ല മസ്ഊദേ. പറ്റുമെങ്കിൽ എന്റെ തല നീട്ടി മുറിച്ചോ, കുറച്ച് നീട്ടി പിടിച്ചോ. മരിക്കാൻ കിടക്കുമ്പോഴും മുങ്ക് കാണിച്ച് അഹങ്കരിച്ച ഒരേ ഒരു മനുഷ്യന്റെ ചരിത്രത്തിലുള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് അബൂജഹൽ. ഫിർഔന് പോലും ഇത്ര അഹങ്കാരം ഉണ്ടായിട്ടില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫിർഔന് പോലും വിളിച്ചില്ലേ, ആമന്തു ബിറബ്ബി മൂസാ, മൂസ നബിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവസാന സമയത്ത് പോലും ഫിർഔന് പോലും പറഞ്ഞത്.
പക്ഷേ ഫിർഔനിനേക്കാൾ കടുപ്പമുള്ള വാക്കാണ്. മരിക്കാൻ കിടക്കുന്ന വേളയിലും അഹങ്കാരത്തോടുകൂടി പറയുകയാണ്, മസ്ഊദേ, എന്റെ കഴുത്തൊന്ന് നീട്ടിപ്പിടിച്ചോ, നീട്ടിമുറിച്ച് എന്റെ കഴുത്ത് എന്റെ ഈ തല കൊണ്ടുപോയി തടികയിലാക്കി നിന്റെ മുഹമ്മദിന്റെ മുമ്പിൽ വെക്കണം. ഇത് കണ്ടിട്ട് നിന്റെ മുഹമ്മദ് ഭയപ്പെടട്ടെ എന്ന് അബൂജഹൽ പറയുന്ന സമയത്ത് അബ്ദുല്ലാഹ് മസ്ഊദ് നിങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രവാചകൻ നിന്റെ തല കണ്ട് ഭയപ്പെടുന്നവരല്ല, നിന്നെ കണ്ട് സഹതാപമാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ആ തല നീട്ടിപ്പിടിച്ച് മുറിക്കുകയാണ്. എന്നിട്ടോ നല്ല വണ്ണമുള്ള തലയല്ലേ, ചെവിയിൽ റോട്ടയാക്കിയിട്ടാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. ചെവിയിൽ റോട്ടയാക്കി കോൾസാക്കി അതിലേക്ക് കയറിട്ട് കൊണ്ട് വലിച്ചു കൊണ്ടുപോകുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത്, അബ്ദുല്ലാഹിനെ ചെയ്യല്ല മോനെ, മനുഷ്യന്റെ തലയല്ലേ അബ്ദുല്ലാഹ്. നോക്കണേ നിങ്ങൾ, എന്തോരം കാരുണ്യത്തിന്റെ കടാക്ഷമാണ് ഹബീബായ തങ്ങള്. എത്രത്തോളം ഉപദ്രവിച്ച മനുഷ്യന്റെ തലയോട്ടി കൊണ്ടുവരുമ്പോൾ പോലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതങ്ങനെ വലിക്കല്ല അബ്ദുല്ലാഹ് എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ശത്രുവായിട്ട് പോലും പറഞ്ഞു കൊടുക്കുന്ന ബാലപാടുന്ന മനസ്സിലല്ല, മാന്യത വേണം. ശത്രുവാണെങ്കിൽ പോലും മാന്യത വിടല്ലേ അബ്ദുല്ലാഹ് മസ്ഊദ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ തല വെട്ടിയിട്ട് നേരെ കൊണ്ടുവരികയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ കിണറ്റ് ബദറിന്റെ ഒരു കിണർ എന്ന് പറയുന്ന ആ ബദർ എന്ന് പറഞ്ഞ കിണറ, അതിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയി തട്ടുക. എല്ലാരെയും യുദ്ധം കഴിഞ്ഞ് മുറവിളി കഴിഞ്ഞ് ഒരു പൊട്ടും കുരുമയൊക്കെ കഴിഞ്ഞ് ബദറിൽ മഹാന്മാരായ 14 സഹാബികൾ ഷഹീദായി, എല്ലാം കഴിഞ്ഞ് ബദർ വിജയിച്ചു. അപ്പയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഇന്നൽ ബാതില കാന സഹൂകാ, ഹക്ക് ഹക്കായി ഇവിടെ വെളിവായി. ഇന്നൽ ബാതില കാന സഹൂകാ, എല്ലാ ബാതിലും നശിച്ചു പോയിരിക്കുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷേ ബദറിന്റെ കിണറിന്റെ അടുത്ത് പോയിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഓ അബൂജഹലെ, ശൈബത്തെ, ഉത്ബത്തെ, ഉമയ്യത്തെ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പറഞ്ഞ കരാറ് വാഗ്ദാനം ലംഘിച്ചില്ലയോ? പാലിച്ചുവോ? മുഹമ്മദിനോട് മുഹമ്മദിന്റെ കരാറ്, അല്ലാഹു പറഞ്ഞ കരാറ് അല്ലാഹു പാലിച്ചിരിക്കുന്നു. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് തന്ന കരാറ് പാലിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്ന സമയമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കഅബയുടെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കഅബയുടെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ പ്രാർത്ഥിച്ചിട്ട്, കഅബയുടെ നാഥാ, ഹക്ക് വിജയിപ്പിക്കണേ. അവന്റെ വായിക്കുന്നതോ ഹക്ക് വിജയിപ്പിക്കണമോ, സത്യത്തെ വിജയിപ്പിക്കണേ. അത് അല്ലാഹു തആല കണ്ടു, സത്യം തന്നെ വിജയിപ്പിച്ചു. അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചതെന്താ? അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചത് സത്യത്തെ വിജയിപ്പിക്കണേ, കഅബയുടെ നാഥാ, കഅബയുടെ റബ്ബേ, കഅബയുടെ അല്ലാഹ്, സത്യത്തെ വിജയിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്നെയാണ് അല്ലാഹു തആല സത്യം തന്നെയാണ് വിജയിപ്പിച്ചത്. എന്നിട്ടാണ് കടലിന്റെ അടുത്ത് പോയി ചോദിച്ചത്, എന്നോട് എന്റെ റബ്ബ് ചെയ്ത കരാറ് പാലിച്ചിരിക്കുന്നു, നിങ്ങളോട് നിങ്ങളുടെ യജമാനനായ റബ്ബ് ചെയ്ത കരാറ് പാലിച്ചില്ലല്ലോ? പാലിച്ചു. അല്ലാഹ് കേട്ടത് കൊണ്ടാണ് ബദർ വിജയിച്ചത്. അപ്പയല്ലേ സഹാബത്ത് ചോദിച്ചത്, മരിച്ച ശവശരീരങ്ങളാണോ നബിയെ താങ്കളെ സംസാരിക്കുന്നത്? അപ്പയല്ലേ തങ്ങൾ മറുപടി പറയുന്നത്, ജീവിച്ചിരിക്കുന്ന നിങ്ങളെക്കാൾ നല്ലോണം കേൾക്കുന്നവരാണ് അവരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അവസാനം ഒരു ചരിത്രം കൂടി ബാക്കിയുണ്ട്, അതും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ പേരുകൾ, ആ ഉല്ലേഖനം ചെയ്യപ്പെട്ട പേരുകൾ, ആ പേരുകൾ വീട്ടിൽ വെച്ചാൽ ബർക്കത്താണ്, കാവലാണ് എന്ന് മഹാന്മാരെ ഇമാമികൾ പറയുന്നത് കാണാം. ബദർ മുഖൂസിൽ കാണാം, ബദർ മുലൂദിൽ തന്നെ പറയുന്നത് കാണാം. ചരിത്രം പറയുന്ന ബദർ മുലൂദിലും ബദറിൽ ചരിത്രം പറയുന്ന കാണാം. ഒരു മഹാനായ മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പോവാൻ ഒരുങ്ങി പുറപ്പെട്ടപ്പോ ഒരു പേടി, വീടിന്റെ മുമ്പിൽ അയാൾ വീട്ടിൽ ഒരു സാധനം തൂക്കി വെച്ചു. എന്താ സാധനം? അസ്മാഉൽ ബദർ. കേൾക്കുന്നില്ലേ? ബദരീകളെ പേര് അവിടെ തൂക്കി വെച്ചു. ആ തൂക്കി വെച്ച് പോയ സമയത്ത് കുറച്ച് കൊള്ളയടിക്കാൻ വേണ്ടി കുറച്ച്
കൊള്ളക്കാർ വന്നു, ആ എല്ലാ വീട്ടിലും കൊള്ളയടിച്ചു, എല്ലാ വീട്ടിലും കൊള്ളയടിച്ചു. പക്ഷേ ഈ മനുഷ്യന്റെ വീട്ടിലെത്തി കൊള്ളയടിക്കാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വീടിന്റെ അകത്തളത്തിൽ ആയുധങ്ങൾ പരസ്പരം കൂട്ടിയടിക്കുന്ന ശബ്ദമാണ്, കോലാഹലങ്ങളാണ്, സംസാരങ്ങളാണ്. കൊള്ളക്കാര് ഭയന്ന് പിന്നോട്ടടിച്ചു. കൊള്ളക്കാര് ഭയന്ന് പിന്നോട്ടടിച്ച ചരിത്രമാണ് ബദറിൽ പറയുന്നത്. ആയുധങ്ങൾ പരസ്പരം തമ്മിൽ കൂട്ടിയടിക്കുന്ന ശബ്ദമാണ് വീടിന്റെ ഉള്ളിൽ കേൾക്കുന്നത്. എന്നിട്ടോ കൊള്ളക്കാരെ പേടിച്ച് അവിടെ നിൽക്കുകയാണ്. ആ കൊള്ളക്കാരൻ അവിടെ നിന്നു. ഈ മനുഷ്യൻ വരുന്നത് വരെ അവിടെ കാത്തു നിന്നു. ആ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ കൊള്ളക്കാരൻ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എല്ലയോ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കൊള്ളക്കാരാണ്, ഞാൻ കൊള്ളത്തിന്റെ സംഘത്തിന്റെ തലവനാണ്, നേതാവാണ്. ഞാൻ ഇവിടെ നിങ്ങളെയും ഇത്രയും കാലം കാത്തു നിന്നത് ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ്. ഏതാ കാര്യം? ബദർ മൗലൂദിൽ അത് പറയുന്നത് കാണാം. ആ കൊള്ള സംഘത്തിന്റെ തലവൻ ചോദിക്കുന്നു ആ മനുഷ്യനോട്, എല്ലാ വീട്ടിലും നിങ്ങൾ കൊള്ളയടിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് കൊള്ളയടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനുള്ളിൽ വല്ലാത്ത കലപില ശബ്ദങ്ങളാണ്. എന്ത് 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 അത്ഭുതമാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, ഞാനൊരു അത്ഭുതവും ചെയ്തിട്ടില്ല, ഞാനൊരു മാന്ത്രികതയും ചെയ്തിട്ടില്ല, ഞാൻ ആ വീടിന്റെ ഉള്ളറയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ പേരാണ് ആ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു കടലാസ്, അത് അതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പയാണ് കൊള്ളത്തലവൻ പറഞ്ഞത്, അത് തന്നെയാണ് ഇതിന്റെ രഹസ്യം എന്ന് അയാൾ പറയുകയാണ്. ബദറിൽ അത് പറയുന്നത് കാണാം, ബദർ മൗലൂദിൽ അത് പറയുന്നത് കാണാം. ഈ വീടിന്റെ ഉള്ളിൽ കലപില ശബ്ദങ്ങൾ, വാളുകൾ പരസ്പരം തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദത്തിന്റെ കാരണം ആ ബദരീങ്ങളെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊള്ള സംഘത്തലവനും അതുപോലെ അവന്റെ അനുയായികളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് പറയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ പേര് ബറക്കത്താണ്. അത് ഒരിക്കൽ തൂക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ബറക്കത്താണ്. കാരണം അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച വ്യക്തിത്വങ്ങളാണ്. ആ വ്യക്തിത്വങ്ങളെ നമ്മൾ ബഹുമാനികൾ ഈമാന്റെ ഭാഗമാണ്. അല്ലാഹു ആദരിക്കൽ അത് ഹൃദയത്തിന്റെ തഖ്വയാണ് എന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പണ്ട് കാലത്തെ അസ്മാഉൽ ബദറിന്റെ ഇപ്പോഴും ഉണ്ട്. ചില വീടുകളിലൊക്കെ കാണാം. ആയത്തുൽ കുർസിയും മറ്റുള്ള എല്ലാ തൂക്കിയിടുന്ന കൂട്ടത്തിൽ മഹാന്മാരായ ബദരീകളെ പേരുല്ലേഖനം ചെയ്ത ചില കാര്യങ്ങൾ വീടിന്റെ മുമ്പിൽ ഉള്ളിൽ പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അത് നല്ല കാര്യം. പഴയ ആൾക്കാർ, പഴയ കാരണവന്മാർ, പഴയ ഒരു തലമുറ മുമ്പ് ജീവിച്ചിട്ട് അവരെല്ലാത്തിലും അങ്ങനെയാണ് അസ്ഹാബുൽ ബദറിന്റെ പേര് തൂക്കിയിട്ടുണ്ടാവും. അത് വലിയൊരു പോരിഷയാണ്, ബറക്കത്താണ്, കാവലാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്കും ആ ഒരു കാര്യങ്ങളിൽ പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകുന്നതാവട്ടെ. ബദറെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചരിത്രം കൂടി പറഞ്ഞെങ്കിൽ എന്നർത്ഥം. ബദർ യുദ്ധം കഴിഞ്ഞു, സ്വഹാബത്ത് സന്തോഷിച്ചു, എല്ലാവരും സന്തോഷിച്ചു. അവസാനം മക്കം ഫതഹിന്റെ സമയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാം ദീന എന്ന ഖുർആൻ ആപ്തവാക്യം ഇറങ്ങി, ഖുർആൻ ആയത്ത് ഇറങ്ങി. എല്ലാവരും സന്തോഷിക്കുന്ന വേളയിൽ ഹബീബായ തങ്ങൾ ചോദിച്ചു കൂട്ടത്തിൽ നിൽക്കുന്ന സഹാബത്തിനോട്, ആ മദീന പള്ളിയിൽ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് മദീന പള്ളിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സ്വഹാബത്തിനെ കൂടിയിരുത്തിയിട്ട് ചോദിച്ചു, എന്റെ സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മുഹമ്മദിനോട് പ്രതികാരം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പം തന്നെ തീർത്തേക്കണം. നാളെ അള്ളാന്റെ കോടതിയിലേക്ക് ബാക്കി വെക്കാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമല്ലോ. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹബീബായ തങ്ങൾ അങ്ങനെ ചോദിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സലാം പറഞ്ഞു. കൂട്ടത്തിൽ ഒരാൾ കൂടി സലാം പറയാൻ വന്നിട്ടുണ്ട്. ആരാണ്? റൂഹുൽ അമീൻ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ഉണ്ടോ പറയാൻ, പ്രതികാരം തീർക്കാനോ വലുതുണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിലാണ് അത്ഭുതപ്പെട്ടു പോയത്. അതാണ് വൈദ്യര് പറഞ്ഞത്,
ഉശിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. തീർന്നപ്പോൾ ദൂതർ ചെന്നാൽ ത്വഹാവേ ത്വഹാവേ എന്നാൽ സഫദിൽ സബഖാ നബിയേ. ആർക്കെങ്കിലും പ്രതികാരമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത്, ഹബീബായ തങ്ങൾ ചോദിക്കുന്ന സമയത്ത് സ്വഹാബത്തുൽ കിറാം അന്തപ്പെട്ടു പോയി നോക്കുകയാണ്. ആ കൂട്ടത്തിലേക്കാണ് ഒരു സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സ്വഹാബിയുടെ പേരെന്താണ്? മഹാനായ സബാദ് റളിയല്ലാഹു തആല തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ സയ്യിദി യാ റസൂലല്ലാഹ്, എനിക്കൊരു പ്രതികാരം തീർക്കാനുണ്ട് നബിയേ. അങ്ങയോടൊരു പ്രതികാരം എനിക്ക് തീർക്കാനുണ്ട്, ഓർമ്മയുണ്ടോ? ബദറിൽ അടി ശരിയാക്കുന്ന സമയത്ത് ഞാനൊരൽപ്പം മുന്നോട്ടാണ് നിന്ന് പോയത്. സബാദിന് ശരീര പ്രകൃതിയുണ്ട്, പൊടവയറാണ്, കുറച്ച് വയറിൽ തള്ളി നിൽക്കുന്നയാളാണ് സബാദ് റളിയല്ലാഹു തആല. പക്ഷേ മഹാനായ ഹബീബായ തങ്ങൾ തന്റെ കയ്യിൽ കിടക്കുന്ന ഈന്തപ്പന മടി കൊണ്ട്, ഈന്തപ്പന മട്ടർ കൊണ്ട് സഫ് ശരിയാക്കുന്ന കൂട്ടത്തില് സബാദിന്റെ പള്ളയിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് മെല്ലെ ബാക്കോട്ടാക്കിയിട്ടുള്ളത് സഫ് ശരിയാക്കാൻ വേണ്ടിയാണ്, സബാദിനെ വേദനിപ്പിക്കാനല്ല അത് ചെയ്തത്. അങ്ങനെ ചെയ്യൂല. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യൂല, ഉപദ്രവിക്കൂല. പക്ഷേ സബാദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് പ്രതികാരം ചെയ്യണം, എനിക്കന്ന് വേദനിച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ അവസ്ഥ ചോദിച്ചു. ഉമർ തങ്ങൾ വാടൂരി പിടിച്ചു, അലിയാൻ തങ്ങൾ കൈ ചുരുട്ടി പിടിച്ചു. ഹംസ റളിയല്ലാഹു ഒരു ഭാഗം തറപ്പിച്ച് നോക്കുന്നു, അതൊന്നും സബാദ് നോക്കുന്നില്ല. സബാദ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. പക്ഷേ അശ്ശബരായികളാണ് സ്വഹാബത്തിനെ കണ്ടപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇരിക്കണം അവിടെ, ആരും എഴുന്നേൽക്കാൻ പാടില്ല, എന്റെ സബാദ് ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു, സബാദേ നോക്കണം, നിങ്ങളതാണ് കരണിന്റെ കഷ്ണമായ ആദരവായ മുഹമ്മദ് മുസ്തഫ. സബാദേ മുന്നോട്ട് വാ മോനെ, നാളെ അല്ലാഹുവിന്റെ കോർട്ടിലേക്ക്, ആ മഹ്ശറിലേക്ക് ഈ മുഹമ്മദിന് പകരം വെക്കാൻ പാടില്ല, ഇത് തന്നെ തീർക്കണം, അല്ലാഹുവിന്റെ കോർട്ടിലേക്ക് ബാക്കി വെക്കണ്ട മോനെ എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ സബാദിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. സഹാബത്ത് അമ്പരന്ന് പോവുകയാണ്. സഹാബത്ത് അമ്പരന്ന് നോക്കുന്ന സമയത്താണ് നേരെ മുന്നോട്ട് വന്നു ഹബീബായ തങ്ങൾ തന്റെ കയ്യിൽ കിടക്കുന്ന ഈന്തപ്പന മട്ടൽ സബാദിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്, തിരിച്ചു കുത്തിക്കോ സബാദേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു കുത്തിക്കോ മോനെ എന്ന് പറയുമ്പോഴാണ് രണ്ടാമതൊരു കണ്ടീഷൻ പറയുന്നില്ല, യാ റസൂലല്ലാഹ്, എന്നെ കുത്തുന്ന സമയത്ത് എന്റെ ദേഹത്ത് തുണിയുണ്ടായിരുന്നില്ല, ഷർട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ ഖമീസ് അഴിച്ചു മാറ്റണേ യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഓക്കേ, നിങ്ങൾ സഹാബത്തിന്റെ ക്ഷമ തേച്ചു പോയി. ഹബീബായ തങ്ങൾ പറയാണ്, ആരും എഴുന്നേൽക്കാൻ പാടില്ല. സവാദ് പറയുന്നത് ഒരു കുഞ്ഞുകുട്ടി അനുസരിക്കുന്നത് പോലെ ലോകത്തിന്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിക്കുകയാണ്. തന്റെ കമീസ് എല്ലാം ഊരി മാറ്റുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു പൊന്നാര ഹബീബ് ദേഹത്ത് ഷർട്ട് പോലും ഇല്ലാതെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്നത്. സവാദിന്റെ ദേഹത്തും വസ്ത്രമില്ല, ഹബീബായ തങ്ങളുടെ ദേഹത്തും വസ്ത്രമില്ല. പെട്ടെന്നാണ് സവാദ് അടുത്തേക്ക് വന്നത്. കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഈന്തപ്പന മട്ടൽ തായോട്ടിട്ടു. എന്നിട്ട് ഓടിപ്പോയി ഹബീബായ റസൂലുള്ളാഹിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തെ വാരി പുണരുകയാണ് മഹാനായ സബാദ് റളിയല്ലാഹു തങ്ങൾ. ഓടിച്ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് പൊറുക്കണേ യാ സയ്യിദി, ഇങ്ങനെ ഇതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. സ്വഹാബത്തിന്റെ ശ്വാസം നേരെ വന്നുപോയി. അതുവരെ ആ ശ്വാസം പിടിച്ചിരുന്ന സ്വഹാബത്തുൽ കിറാം അത് കണ്ടപ്പോഴാണ് സ്വഹാബത്ത് ആ ശ്വാസം കൊണ്ടത്. അവിടുന്ന് സ്വഹാബത്തിനോട്, അവിടുന്ന് ഹബീബായ തങ്ങളോട് സബാദ് തങ്ങൾ പറഞ്ഞു, നബിയേ യാ സയ്യിദി യാ റസൂലല്ലാഹ് അൻത ഉമ്മുൻ അമ്മബുൻ
മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബുൽ അറബി. നബിയേ എന്നോട് പൊറുക്കണം യാ റസൂലല്ലാഹ്. ഈ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു യാ സയ്യിദി. ഇനി എനിക്കൊരു ധൈര്യമുണ്ട്, അങ്ങയുടെ ശരീരത്തോട് എന്റെ ശരീരം ഒട്ടിച്ചേർന്നിരിക്കുന്നു യാ സയ്യിദി. അതുകൊണ്ട് എനിക്ക് പേടിയില്ല, ബേജാറില്ല, ആവലാതിയില്ല. എന്റെ ഈ ശരീരം നാളെ നരകത്തിലേക്ക് കടക്കൂല നബിയേ. അങ്ങയുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം നാളെ നരകത്തിലെ തീ തൊടൂല യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ സവാദിന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുകയാണ്. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്. അടുത്തുപോയി ശരീരത്തോട് ഒട്ടിച്ചേർന്നു, പിടിച്ചു, ചേർത്ത് പിടിച്ചു, ചുംബനം കൊടുത്തു. അള്ളാന്റെ ഹബീബ് ചിരിച്ചു ചുംബിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇനി സവാദിന് ഭയമില്ല, നരകം എന്റെ ശരീരം തൊടൂല. അവിടുത്തെ ശരീരത്തോട് സ്പർശിച്ച എന്റെ ഈ ശരീരം നരകം തൊടൂല നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ നിമിഷം അങ്ങനെയാണ്. ഏതായാലും ഇതൊക്കെ പറയാൻ കാരണം അസ്ഹാബുൽ ബദർ, മഹാന്മാരായ ബദരീങ്ങൾ അത്രയും മേലെയാണ്, എത്രയോ വലിയ ഉന്നതിയിൽ നിൽക്കുന്നവരാണ്. ആ ഉന്നതി കണ്ടറിഞ്ഞുകൊണ്ട് കൂടെ കൂടിയവരാണ് മഹാന്മാരായ അസ്ഹാബുൽ കിറാം, മഹാന്മാരായ സ്വഹാബത്ത്, റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടിയവരാണ്. അല്ലാഹുവേ, ആ അസ്ഹാബുൽ ബദറിനെയും ഹബീബായ തങ്ങളെയും സ്നേഹിക്കാൻ നൽകുന്ന തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടൊക്കെ പൊരുത്തം നിങ്ങൾക്ക് ഏറ്റി തരണേ റഹ്മാൻ.